ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ രോഗികളായ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ആശുപത്രികളിൽ അഡ്മിറ്റായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലവിധ രോഗങ്ങളാൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാനസിക വിഭ്രാന്തിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ മനസ്സിന് സൗഖ്യമുണ്ടാകാനും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും സമാധാനവും ആനന്ദവും ആ മനസ്സിൻ്റെ ഭാരവും വേദനകളും നിസ്സഹായതയും മാറ്റി ഈ രാത്രിയിൽ മനസ്സിന് സൗഖ്യമുണ്ടാകാനും ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡിപ്രഷനിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യം കൊടുക്കുന്നതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പ്രതീക്ഷ അറ്റുപോയവർക്ക് പ്രതീക്ഷയായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ നിരാശയെ മാറ്റി, മനസ്സിൻ്റെ വിഭ്രാന്തികളെ, പിരിമുറുക്കത്തെ മാറ്റി സൗഖ്യവും സമാധാനവും നൽകുന്ന നല്ല ഒരു ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വിട്ടുമാറാത്ത വേദന, ചുമ, പനി, ജലദോഷം ഇവ മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ശരീരമാസകലം നീർവീഴ്ചയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെവിക്ക് കേൾവിക്കുറവുള്ള ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ ഓരോ രോഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് തൻ്റെ വചനമയച്ച് ഈ രാത്രിയിൽ നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം ഒത്തിരിയധികം വേദനിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നടക്കാനോ സ്വന്തമായി ഒന്നും ചെയ്യാനോ കഴിയാത്ത ഈ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ രാത്രിയിൽ വേദനയില്ലാതെ ഉറങ്ങാൻ, അസ്വസ്ഥതയില്ലാതെ ഉറങ്ങാനായി നമുക്ക് പ്രാർത്ഥിക്കാം. തലച്ചോറിന് ബ്ലഡ് ക്ലോട്ടായിരിക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻറ്റിൽ ഒത്തിരി രക്തം വാർന്നുപോയി രക്തസമ്മർദ്ദമായ രോഗങ്ങളുള്ള ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർ ഇന്ന് രോഗപീഠയിലും അസ്വസ്ഥതയിലും കഴിയുന്നു. ആർത്രൈറ്റിസിൻ്റെ രോഗം കാരണം വേദനിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഃഖവും വേദനയും മറന്ന്, ശാരീരിക അസ്വസ്ഥതകളെ മറന്ന് ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 107 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെയും പ്രതി നന്ദി പറയട്ടെ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശുപത്രികളിൽ അഡ്മിറ്റായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിലും ICUയിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ഉള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്തിന് ഒരു സൗഖ്യമില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അത്ഭുതകരങ്ങളാൽ ഏത് രോഗത്തിനും സൗഖ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങൾ അത്
നിന്റെ ശക്തി അയച്ച് വചനമയച്ച് നീ സൗഖ്യപ്പെടുത്തണമേ. തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ ഉള്ള എല്ലാ രോഗാണുക്കളെയും നശിപ്പിച്ചു കളഞ്ഞ് എല്ലാ ശാരീരിക വേദനയെയും അവിടുന്ന് എടുത്തു മാറ്റി ആരോഗ്യപരമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാ ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും വിടുതൽ നൽകി, ആത്മീയ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി, മനസ്സിന് സൗഖ്യം നൽകി, ഹൃദയത്തിൽ സമാധാനം നിറച്ച് നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നേരെയുള്ള എല്ലാ ബന്ധനാവസ്ഥകളെയും മാറ്റി നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്കുള്ള വക നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സൗഖ്യവും സമാധാനവും സ്നേഹവും അനുഭവിച്ച് ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉറക്കമില്ലാത്ത എല്ലാവർക്കും നല്ലൊരു ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും മാപ്പ് നൽകി ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി, സമാധാനപരമായ ഉറക്കം നൽകി അതിരാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ, ഇപ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ നിയോഗങ്ങളെ ഈശോയെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രിയിൽ തന്നെ ഈ മക്കൾക്ക് ദൈവീക ഇടപെടലും അത്ഭുതങ്ങളും കാണാൻ ഇവരുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. നാളത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യപരമായ ഉറക്കം നൽകി, മനസ്സിന് സന്തോഷവും ശാന്തതയും നൽകി, എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിൽ എനിക്ക് പരിഹാരമുണ്ട് എന്ന് വിശ്വസിച്ച് ശാന്തമായി ഉറങ്ങാൻ എൻ്റെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ശാരീരിക രോഗങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും വേദനയിൽ നിന്നും സൗഖ്യം നൽകി ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവേ, ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നു. എല്ലാ പ്രതീക്ഷകളും നിന്നിൽ അർപ്പിച്ച്, നിന്നിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ച് ഞങ്ങൾ ഉറങ്ങുന്നു. എൻ്റെ ദൈവമേ, നാളത്തെ ദിവസം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങളെ കാണാനും അനുഭവിക്കാനും ഞങ്ങളെ വിളിച്ചുണർത്തണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.